ദൈവത്തിന് മഹത്വം. ഈ രാത്രി ദൈവവചനത്തിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, അടുത്തും അകലെയും ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ യോഗം സംഘടിപ്പിക്കുകയും ഈ കാര്യങ്ങൾക്ക് ചുമതല കൊടുക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ഉപേന്ദ്രൻ അവർ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും, ഈ ദേശത്തോട് ദൈവത്തിൻ്റെ സുവിശേഷം പറയാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം ഇവിടെ ദൈവത്തിൻ്റെ വചനം ഈ നാടിനോട് പറഞ്ഞു. പല കാലങ്ങളായി നടത്തി വരുന്ന ഒരു യോഗമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഉള്ള കുറേ ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ നാട്ടിൽ ഉള്ള ആളുകൾ ഇവിടെയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പരിസരങ്ങളിൽ പലരും ശ്രദ്ധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ബാധകമായ സുവിശേഷത്തിൻ്റെ വചനമാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത്. അതാണ് ഇന്ന് രാത്രിയുള്ള എൻ്റെ ദൗത്യം. അതിനുവേണ്ടി അടിസ്ഥാനമായി ദൈവവചനത്തിലെ ഒരു വേദഭാഗം ഒന്ന് വായിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം, അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷം ആ വചനത്തിലെ ഒരു പ്രധാന ആശയം ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും വേണ്ടി, ഇവിടെ വന്നിരിക്കുന്ന ഈ ആത്മീയാനുഭവം പ്രാപിച്ചവർക്കും ഈ നാട്ടുകാർക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ള ഒരു സന്ദേശം ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രവൃത്തി പുസ്തകം 16-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ വെളിച്ചം ചോദിച്ചു. അകത്ത് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവർ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിക്കാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചവർ വീടണങ്കം ആനന്ദിച്ചു. ദൈവം ഇന്ന് ഈ വചനങ്ങളാൽ നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ വായിച്ച കാര്യം ക്രിസ്താബ്ദം 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു പൗലോസ്. വേറെ 12 അപ്പോസ്തലന്മാരെ ദൈവം നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കാനും അവിടുത്തെ സഭയുടെ സേവനത്തിനും വേണ്ടി ദൈവം നിയമിച്ച ഒരു അപ്പോസ്തലൻ, അതിനുള്ള ചുമതലക്കാരെയാണ്, പ്രധാനപ്പെട്ട ആളുകളെയാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ പൗലോസിൻ്റെ സഞ്ചാര സുവിശേഷ വേളയിൽ ഒരു സ്ഥലത്ത് വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പി എന്ന് പറയുന്നൊരു പട്ടണം. ആ പട്ടണത്തിൽ അവർ പോയി സുവിശേഷം പ്രസംഗിച്ചു.
സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കുറച്ച് എതിർപ്പ് അവിടെ ഉണ്ടായി. അങ്ങനെ എതിർപ്പുണ്ടായി. ഇവരെ പിടിച്ചു, അവരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, അവിടുന്ന് കൊണ്ടുപോയി അവരെ ജയിലിലടച്ചു. കണ്ടമാനം അടിക്കുകയും ചെയ്തു. അങ്ങനെ നല്ല പോലെ ദേഹോപദ്രവം ഏൽപ്പിച്ച് അവരെ ജയിലിലിട്ടിരുന്ന സമയം രാത്രിയായപ്പോൾ, അർദ്ധരാത്രിയായി, അവർ ദൈവത്തിന് പാട്ട് പാടാൻ തുടങ്ങി ജയിലിൽ കിടന്നുകൊണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ശീലാസ് എന്ന മറ്റൊരാളും കൂടിയുണ്ട്. അവർ രണ്ടുപേരും സുവിശേഷ പ്രസംഗികളാണ്. അങ്ങനെ പാട്ടുപാടി അവർ ദൈവത്തിന് സ്തുതി അർപ്പിച്ചു പാതിരാത്രിക്ക്. അവിടെ പറയുന്നത് പെട്ടെന്ന് ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ആ അത്ഭുതം എന്നത് അവരുടെ ഈ സ്തുതിയും ആരാധനയും എല്ലാം ദൈവം മുമ്പാകെ എത്തിയപ്പോൾ അവർ താമസിച്ച ആ ജയിലിൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഒരു ഭൂകമ്പം ഉണ്ടായി, അടിസ്ഥാനങ്ങൾ കുലുങ്ങിയത് മാത്രമല്ല, എൻ്റെ എല്ലാ വാതിലും തുറന്നുപോയി. വാതിൽ തുറന്നോ മാത്രമല്ല, ആളുകളെ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കുറ്റവാളികളെ അല്ല, ജയിലിൽ കിടക്കുന്നവരല്ലേ. അങ്ങനെ അവരുടെ ചങ്ങലയിൽ പൂട്ടിയിട്ടിരുന്നിടത്ത് അവരെല്ലാവരുടെയും ചങ്ങല കയ്യിലും കാലിൽ നിന്നും അഴിഞ്ഞുപോയി അർദ്ധരാത്രി സമയം. അപ്പം ഈ ജയിൽ മേധാവി ഈ സംഭവം എല്ലാം കണ്ട് ആകെ പേടിച്ചുപോയി. ഇന്നത്തെ പല വിധിശക്തിയും ഒന്നുമുള്ള കാലമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പേടിച്ചിട്ട് ഇവരെല്ലാം കൂടെ ഓടിപ്പോയാൽ അതിന് സമാധാനം പറയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. തന്നെയല്ല ഇന്നത്തെ ശിക്ഷയല്ല അന്നത്തെ ശിക്ഷ. ഇന്നിപ്പോൾ ഒരു സസ്പെൻഷനോ കുറച്ച് പിന്നെ ഒരു അന്വേഷണമോ കഴിഞ്ഞ് കൂടി വന്നാൽ ഒരു ഡിസ്മിസലോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയല്ല. അവർക്ക് വധശിക്ഷയായിരിക്കാം കിട്ടുന്നത്. അപ്പോൾ അത് പേടിച്ച് അത് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ പൗലോസ് അകത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്, ജയിൽ മേധാവിയോട് പറയുകയാണ്, അങ്ങനെയൊന്നും കാണിക്കരുത്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, ആരും ഓടിപ്പോയിട്ടില്ല. ജയിൽ തുറന്നെങ്കിലും ചങ്ങല എല്ലാം അഴിഞ്ഞു പോയെങ്കിലും ഒരു തടവുകാരും ഓടിപ്പോയിട്ടില്ല. അതുകൊണ്ട് നീ അങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്യേണ്ട, പേടിക്കണ്ട. അപ്പോൾ ഈ ജയിൽ മേധാവി വിറച്ചും കൊണ്ട് അവരിലേക്ക് വന്നു. കാരണം അതൊരു അത്യപൂർവ സംഭവമല്ലേ. ജയിൽ തുറന്നു കിട്ടിയിട്ടും ചങ്ങലയെല്ലാം അഴിഞ്ഞു വീണിട്ടും ഒരാൾ ഓടിപ്പോയില്ല എന്ന് പറയുന്നത്, തടവുകാർക്കൊരു അവസരം കിട്ടിയാൽ ഓടിപ്പോകാൻ ശ്രമിക്കുന്നവരാണ് തടവുകാർ. പക്ഷെ ഒരാൾ ഓടിപ്പോയിട്ടില്ല. അപ്പം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടിച്ച് വിറച്ച് വന്നിട്ട് അവരോട് ചോദിച്ച ചോദ്യമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. എന്താണ് ആ 31-ാമത്തെ വാക്യം? ഒന്നുകൂടെ ഒന്ന് വായിക്കാവോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. മുമ്പിലത്തെ വാക്യം. അവരെ പുറത്തു കൊണ്ടുവന്നു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് വാസ്തവത്തിൽ? രക്ഷ പ്രാപിപ്പാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ശിക്ഷ വരും എന്ന് പറയത്തക്കോണം സംഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഭൂകമ്പം ഉണ്ടായത് അദ്ദേഹത്തിന് കുറ്റമല്ല. തന്നെയല്ല ഈ ജയിലെല്ലാം തുറന്നിട്ടും ആരും ഓടിപ്പോയിട്ടുമില്ല. അപ്പോൾ അതല്ല അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം. അതിനേക്കാൾ വളരെ വ്യാപകമായ ഒരർത്ഥമാണ് അദ്ദേഹം ചോദിച്ചത്. എന്താണ് ആ ചോദ്യം എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ശരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു ചോദ്യമല്ല. ലോകത്തിൽ ഏറെക്കുറെ മനുഷ്യരുടെ എല്ലാം ചോദ്യമാണ്.
രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? മതത്തിലെല്ലാം ഉള്ള ചോദ്യമാണ്. അപ്പോൾ മനുഷ്യൻ അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ വാക്ക് ഒരല്പം ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. രക്ഷ എന്ന വാക്ക് മലയാളത്തിൽ 2 അക്ഷരമേ ഉള്ളൂ. പക്ഷേ ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, വലിയ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്ക്. ഈ വേദപുസ്തക സത്യങ്ങളുടെ എല്ലാം കൂടെ ചുരുക്കം ഈ 2 വാക്കിൽ പറയാം. രക്ഷ എന്ന് പറയുന്ന 2 വാക്കിൽ പറയാം. നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ കൂടെ ഭാഷയിലൊക്കെ ഞാൻ പറഞ്ഞാൽ രക്ഷ എന്ന വാക്ക് ഏറെക്കുറെ മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വാക്കാണ്. എന്നാലും ഇതിൻ്റെ അർത്ഥവ്യാപ്തി അങ്ങനെ അങ്ങോട്ട് മനുഷ്യന് മനസ്സിലാവണം എന്നില്ല. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കഷ്ടത്തിൽ രക്ഷപ്പെടുകയെന്നോ, ആപത്തിൽ രക്ഷപ്പെടുകയെന്നോ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയെന്നോ, അല്ല ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയെന്നോ ഒക്കെ വരാം. രക്ഷ ഒരു പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാവാം. ആ വാക്കുകളിലൊക്കെ വേദപുസ്തകം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, അതിനേക്കാൾ വ്യാപകമായൊരർത്ഥം അതിനുണ്ട്. നമ്മുടെ രാജ്യത്ത് ആളുകൾ അതിന് പകരം ഉപയോഗിക്കുന്ന, കുറേ ആളുകൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് മോക്ഷം എന്ന് പറയുന്നത്. ക്രിസ്തീയമായി രക്ഷ എന്ന വാക്കിന് തത്തുല്യം എന്ന് പറയാൻ പറ്റില്ല, അവർക്കറിയാവുന്ന അർത്ഥത്തിൽ പറയുന്നൊരു വാക്കാണ് മോക്ഷം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് രാജ്യത്തെ, ലോകത്തിലെ മനുഷ്യൻ്റെ എല്ലാം ഒരു ചോദ്യമല്ലേ. രക്ഷ പ്രാപിപ്പാൻ വേണ്ടി മനുഷ്യരെവിടെല്ലാം പോകുന്നു. ക്രിസ്ത്യാനികൾ ഏതെല്ലാം നാട്ടിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടി പോകും? പല പല പുണ്യസ്ഥലങ്ങളിൽ പോകാറില്ലേ? ഓരോ സഭാവിഭാഗങ്ങൾക്കും, എല്ലാവർക്കും അല്ല എങ്കിലും പല സഭാവിഭാഗങ്ങൾക്കും പല പല കേന്ദ്രങ്ങൾ അതിനു വേണ്ടിയുണ്ട്. ഓരോ സംസ്ഥാനത്തുമുണ്ട്, ലോകവ്യാപകമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ആളുകൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവിടങ്ങളിൽ പോകും. ഇതെല്ലാം മതത്തിലുണ്ട്. അപ്പം ആ മതങ്ങൾക്ക് അതിൻ്റെ അനുസാരമായി മോക്ഷം പ്രാപിക്കാൻ പല പല ദേശത്ത് പോകും. ചില മലകളാവാം, ചില നദികളാവാം, ചില പട്ടണങ്ങളാവാം. അങ്ങനെ ഓരോരോ ദേശങ്ങളിൽ ആളുകൾ പോയി രക്ഷ പ്രാപിക്കാൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ രക്ഷയുണ്ട് എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം മതങ്ങളിലുണ്ട്. അപ്പം മനുഷ്യർ ഇതിനു വേണ്ടി വ്യാപകമായി സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. മതഭക്തി വളരെ ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഞാനൊരു അല്പം വ്യാപകമായി സഞ്ചരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്, പല പല ദേശങ്ങൾ. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ഈ മതതൃഷ്ണ, അവരുടെ ആഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള യാത്രയിൽ നീണ്ട ക്യൂ നിന്നാണ് പല ആളുകളും ഈ രക്ഷയ്ക്ക് വേണ്ടി പോകുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നിൽപ്പ്. ആളുകൾ ആവർത്തിച്ചു പോകും, വർഷം തോറും പോകുന്നവരുണ്ട്. എന്താണ് എല്ലാത്തിൻ്റെയും ഉദ്ദേശം? അവർക്ക് മോക്ഷം വേണം, അല്ല രക്ഷ വേണം. ഞാൻ പറഞ്ഞില്ല, എല്ലാ മതക്കാർക്കുള്ളതാണ്, അല്ല ഒരു മതത്തിൻ്റെ മാത്രം കാര്യമല്ല ഇത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് രക്ഷ പ്രാപിക്കണം. അതിനെന്ത് ചെയ്യണം എന്നാണ് ഈ മനുഷ്യൻ്റെ ചോദ്യം. എല്ലാവരുടെയും ചോദ്യം ആയതുകൊണ്ട് അതിന് അത്യാവശ്യമായിട്ട് ഒരു ശരിയായ ഉത്തരം കിട്ടേണ്ടതുമാണ്. കാരണം ഈ ആളുകൾ പിന്നെ പോയിട്ടും കിട്ടിയില്ല, അതുകൊണ്ടല്ലേ പിന്നെയും പോകേണ്ടി വരുന്നത്.
അപ്പം അത് കിട്ടാനൊരു വഴി വേണം. തന്നെയല്ല, രക്ഷ അത്യാവശ്യമാണ്. രക്ഷ എന്ന വാക്കിൻ്റെ എതിർപദം ശിക്ഷ എന്നാണ്. അത് അപകടമല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ശിക്ഷയില്ലാത്ത ഒരു സ്ഥിതി, അതിന് രക്ഷയെന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ചോദിച്ചത്. വ്യക്തമായ ഉത്തരം താഴോട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ ഈ കാര്യം അല്പം ഒന്ന് വിശദീകരിച്ച് ഞാനൊന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, എൻ്റെ പ്രസംഗം കേൾക്കുന്ന ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, പെന്തിക്കോസ്തുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഈ കാര്യം ഒന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇത് മനുഷ്യരെ അറിയിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ ജോലി തന്നെ. സുവിശേഷത്തിൻ്റെ ജോലി ഇത് മനുഷ്യരെ അറിയിക്കുക എന്നുള്ള. എന്തിനാണ് മനുഷ്യൻ ഈ രക്ഷയ്ക്ക് പോകുന്നത്, അല്ലെ മോക്ഷത്തിന് പോകുന്നത്? പോകുന്നതിൻ്റെ കാരണം, ഇപ്പം ആളുകൾ മരിച്ച് അടക്കം നടക്കുന്ന സമയം പലരും അനുശോചനം പറയാനും ഒക്കെ സമയം എടുക്കുന്ന കൂട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ കൂട്ടങ്ങളിൽ ആളുകൾ പറയുന്നൊരു പ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ പലരും വന്നിട്ട്, ഞാൻ പെന്തക്കോസ്തുകാരുടെ കാര്യമല്ലേ പറയുന്നത്, സാധാരണ മറ്റ് മനുഷ്യരുടെ കാര്യം പറയാം. പെന്തക്കോസ്തുകാർക്ക് വേറെ കുറേ വിശ്വാസങ്ങളൊക്കെയാണ്, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആളുകൾ വന്ന് പറയുന്നത്, പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കേട്ടിട്ടില്ലേ? വ്യാപകമായിട്ട് പറയുന്നൊരു കാര്യമാണ്, പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞാൽ, ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് നിത്യശാന്തി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം അതിനകത്ത് ആ വിശ്വാസം വ്യക്തമാക്കുകയാണ്. അപ്പം നിത്യശാന്തി എന്നും പറഞ്ഞൊരു കാര്യം ഉണ്ട്, നിത്യശാന്തി ഇല്ലാത്തൊരു സ്ഥിതിയും ഉണ്ട് എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ശാന്തി ഉള്ളൊരു സ്ഥലമുണ്ട്, ശാന്തി ഇല്ലാത്ത സ്ഥലവും ഉണ്ട്. ഇത് മനുഷ്യൻ്റെ മുഴുവൻ ബോധമാണ്. ശാന്തി ഇല്ലാത്തടത്ത് പോയാൽ പിന്നെ ശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിലില്ലേ? സമാധാനമില്ല, സ്വസ്ഥതയില്ല, പിന്നെ ആയുസ് മുഴുവൻ കഷ്ടമാണ്. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ അതൊരു വല്ലാത്ത സ്ഥലമാണ്. ആ ശാന്തി ഇല്ലാത്ത സ്ഥലം എന്ന് പറയുന്നതിന് വേദപുസ്തകം പറയുന്നത് നിത്യദണ്ഡനം, തീ പൊയ്ക എന്നൊക്കെയാണ്. വേറെ പല വാക്കുകളുണ്ട്. നിത്യദണ്ഡനം, നിത്യശിക്ഷ. അതാർക്കും താങ്ങാവതല്ല, അതാർക്കും ഇഷ്ടമില്ല. ആർക്കാണ് ശിക്ഷ ഇഷ്ടം? ആർക്കും ഇഷ്ടമില്ല. അപ്പം ശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്നുള്ളത് മനുഷ്യൻ്റെ മുഴുവൻ ആവശ്യമാണ്. അപ്പം ശാന്തിയുള്ളൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ, ആ മനുഷ്യൻ്റെ ആശംസ ഞാൻ ഒന്നുകൂടെ പറയാണ്. അപ്പം ശാന്തി ഉള്ള സ്ഥലമുണ്ട്, ശാന്തി ഇല്ലാത്ത സ്ഥലവും ഉണ്ട്. അപ്പം എന്താ രക്ഷ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ശാന്തി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ശാന്തി ഉള്ള സ്ഥലത്ത് എത്തുക. ചുരുക്കി ലളിതമായിട്ട് അങ്ങ് പറഞ്ഞാൽ, കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയാം, എന്നാലും അത് ഏറ്റവും വലിയ കാര്യമല്ലേ. മനുഷ്യൻ മരിച്ചാൽ അതുകൊണ്ട് തീരില്ല എന്ന ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. അതിനല്ല ഈ മതകർമ്മങ്ങളെല്ലാം. അല്ലെങ്കിൽ മൃഗത്തെ അടക്കുന്ന പോലെ കൊണ്ട് മടക്കിയാൽ പോരെ? കർമ്മമൊക്കെ ചെയ്തല്ലേ അടക്കുന്നത്. എന്താ എൻ്റെ ഉദ്ദേശം? ഒന്നുകൂടെ പറയുന്നു, ശിക്ഷയുള്ള സ്ഥലത്തു നിന്ന് രക്ഷിച്ച്
രക്ഷയിൽ കൊണ്ടുവരണം, ശിക്ഷയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവരണം. അതോ അടക്കത്തിന് മാത്രമല്ലല്ലോ കർമ്മങ്ങൾ, പിന്നെയും കർമ്മങ്ങൾ മതങ്ങൾ ചെയ്യാറില്ലേ? കുറേ നാളത്തെ കർമ്മങ്ങൾ ചെയ്യാറില്ലേ? ചിലപ്പോൾ ആണ്ടുതോറും കർമ്മങ്ങൾ ചെയ്യാറില്ലേ? എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്താണ്? തങ്ങളുടെ വീട്ടിൽ കടന്നു പോയവർ രക്ഷയിലെത്തണം. ഇതിന് പ്രത്യേക പദ്ധതികളും പരിപാടികളും നടത്തുന്നുണ്ട്. വലിയ വലിയ പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ആഗ്രഹമാണ് അവരവർക്ക് രക്ഷ ഉണ്ടാകണമെന്ന് ആയുസ്സിൽ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചില്ലെങ്കിലും മരിച്ചു കഴിയുമ്പോൾ വീട്ടുകാരുടെ ആഗ്രഹമാണ് എങ്ങനെങ്കിലും നമ്മുടെ ഈ കക്ഷിയെ രക്ഷിച്ച് സ്വസ്ഥതയുള്ളതാക്കണം. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രക്ഷ വേണോ വേണ്ടായോ എന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ആലോചിക്കേണ്ടത്. അവനവൻ തീരുമാനിക്കണം രക്ഷ വേണോ വേണ്ടായോ എന്ന്. തൻ്റെ ഭാവിയെക്കുറിച്ച് മനുഷ്യരെല്ലാവരും ചിന്തിക്കണ്ടേ? ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവരല്ലേ നമ്മളെല്ലാവരും? ഭൂമിയിൽ ആരാണ് ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാത്തവർ എന്ന് ഞാൻ പറഞ്ഞാലേ, നമ്മളൊക്കെ ഈ മക്കളെ വളർത്തുന്നവർ, കുറച്ച് പേര് മക്കളെ വളർത്തിക്കഴിഞ്ഞവർ, അങ്ങനെ പല ആളുകൾ. പക്ഷെ നമ്മളീ മക്കളെ വളർത്തിയപ്പോൾ നമുക്കുണ്ടായിരുന്ന അത്രയും വിദ്യാഭ്യാസം മക്കൾക്ക് മതി എന്ന് വിചാരിച്ചവരാണോ ആരെങ്കിലും? അല്ലല്ലോ. കൂലിപ്പണി ചെയ്തവനും തൻ്റെ മക്കളെ ഇന്നത്തെ ഭാഷയ്ക്ക് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ വിടണം. അത് നല്ല സ്കൂളിൽ തന്നെ വിടണം, നല്ല പോലെ പഠിപ്പിക്കണം. പണ്ടൊക്കെ എൻ്റെ അപ്പൻ്റെയൊക്കെ കാലത്താണെങ്കിൽ ഒരു 4-5 ക്ലാസ്സൊക്കെ പഠിക്കുന്നതാണ് സാധാരണ പതിവ്. അത് ഈ കൂടുതൽ പഠിത്തമൊന്നും അന്നത്തെ കാലത്തുണ്ടായിരുന്നില്ല. എൻ്റെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു സാധാരണഗതിയിൽ ഹൈസ്കൂൾ പഠനം വരെയൊക്കെ ഏറെക്കുറെ ആളുകളൊക്കെ ചെയ്തു തുടങ്ങി. ഇന്നത്തെ കാലം വന്നപ്പോൾ അതുമല്ലല്ലോ. കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കണം എന്ന ആഗ്രഹമല്ലേ? അത് നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, കോളേജിൽ വിടണം. പിന്നെ നിർവാഹം ഉണ്ടെങ്കിൽ എൻ്റെ അറിവനുസരിച്ച് ഒത്തിരി ആളുകൾക്കും മക്കളുടെ ഡോക്ടേഴ്സ് ആക്കണം, എൻജിനീയേഴ്സ് ആക്കണം. ഇങ്ങനെ കൂടിയ തരത്തിൽ അവരെ എത്തിക്കണമെന്ന ആഗ്രഹം അപ്പനും അമ്മയ്ക്കും വ്യാപകമല്ലേ? എവിടെയോ ഇല്ലാത്ത തിരുവനന്തപുരം ജില്ലയിലില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരുടെയും ആഗ്രഹം മക്കൾക്ക് അങ്ങനെ നല്ല നില ഉണ്ടാകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ളതിൻ്റെ അത്രയും സാമ്പത്തികം ഉണ്ടായാൽ പോരാ. ഒരു 50 വർഷത്തിന് മുമ്പ് നിങ്ങൾ താമസിച്ച വീടുകളുടെ തരത്തിലുള്ള വീട്ടിലാണോ ഇന്ന് താമസിക്കുന്നത്? അല്ലല്ലോ. നല്ല വീട് പണിതില്ലേ? പലരും കൊട്ടാരം പണിതില്ലേ? എന്താണ് ആഗ്രഹം? മെച്ചമായി ജീവിക്കണം. അന്നുള്ള സാമ്പത്തിക നില അല്ലല്ലോ ഇന്ന് നമുക്കുള്ളത്. അന്ന് തിന്നുന്നത് പോലെയാണോ ഇന്ന് തിന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 50 വർഷത്തിന് മുമ്പ് കുറേ മരച്ചീനിയും സ്വല്പം കഞ്ഞിയും ഇതൊക്കെ കഴിച്ച് ജീവിച്ചൊരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ചില പഴയ ആളുകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. എനിക്കും ഇച്ചിരി വയസ്സൊക്കെ ആയി. അപ്പം ആ കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളൊരു സ്ഥിതി അല്ലല്ലോ ഉള്ളത്. ആഹാര രീതി മെച്ചപ്പെട്ടില്ലേ? അല്ല, മാംസവും ഒക്കെ കഴിക്കാൻ തുടങ്ങിയില്ലേ? മീനൊക്കെ വാങ്ങി ഇഷ്ടം പോലെ തിന്നാൻ തുടങ്ങിയില്ലേ? അങ്ങനെ ഈ മെച്ചമായ ജീവിതമുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു. നിങ്ങളുടെ മക്കൾക്ക് മെച്ചമായ ജീവിതം വേണം, മെച്ചമായ വീട് വേണം, നല്ല നിലയിൽ അവരെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളത് ന്യായമാണ്. അത് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് ഈ പറയുന്നതെല്ലാം മരണം വരെയല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്ര നല്ല വീട് പണിഞ്ഞാലും ആ വീട്ടിൽ നിന്ന് എടുത്ത് നമ്മളെ കൊണ്ടുപോയി ഒന്നീ കുഴി വെക്കും, ഇല്ലെങ്കിൽ ദഹിപ്പിക്കും. വെച്ച് വീട്ടുകാരെല്ലാം തിരിച്ചു പോരും. ചിലരുടെ ഭാഷയിൽ നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പോരും. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ പണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരു വല്ലാത്ത പേടി പോലെ. കാരണം എല്ലാവരും ഇട്ടുവെച്ച് പൊക്കളെ ഒറ്റയ്ക്കായി പോവും. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയാണ് ലോകത്തിലുള്ളത്. എൻ്റെ ഭാര്യയ്ക്ക് മരണത്തെ ഭയമുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല സുവിശേഷ പ്രവർത്തകയാണ് ഭാര്യ. എങ്കിലും ഒരു സമയത്ത് പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം ഈ സ്ഥിതി മാറി നല്ല നിലയുണ്ടാകണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നെങ്കിൽ മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കില്ലല്ലോ. പിന്നെ അപ്പുറത്ത് ജീവിതമുണ്ടെന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.
നിത്യശാന്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പുറത്ത് ജീവനുണ്ട്. ആ അപ്പുറത്തുള്ള ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ശല്യമില്ലാതെ ജീവിക്കണം, കഷ്ടമില്ലാതെ ജീവിക്കണം, ശിക്ഷ കിട്ടാതെ നല്ല സ്ഥലത്ത് പോയി താമസിക്കണം. ഇതാണ് ആ വാക്കുകൊണ്ട് ആത്യന്തികമായി അർത്ഥമാക്കുന്നത്. അത്യാവശ്യമാണത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇവിടുത്തെ ആയുസ് എത്രയെന്ന് പറയാൻ നമുക്കാർക്കും അറിയില്ല. നിങ്ങൾ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് പറയാൻ ആർക്കെങ്കിലും തിട്ടമായിട്ട് പറയാൻ പറ്റുമോ? 90 വയസ്സ് വരെ കിട്ടുന്നവരുണ്ട്, 100 കിട്ടുന്നവരുണ്ട്, 80 കിട്ടുന്നവരുണ്ട്. വളരെ ചെറുപ്പക്കാർ മരിക്കുന്നില്ലേ? കുട്ടികൾ മരിക്കുന്നില്ലേ? മരണത്തിന് കാലം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ മരണം കയറി പിടിച്ചാൽ പിന്നെന്ത്? ഇതാണ് രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെന്ത്? വരാനുള്ള ആ ലോകം, ഒന്നുകൂടെ പറയുന്നു, മരണത്തോട് ആരും അവസാനിക്കുന്നില്ല എന്ന് മനുഷ്യർക്കറിയാം. എല്ലാ മതത്തിലും മനുഷ്യർക്കറിയാം. അങ്ങനെയുള്ള ആ നിത്യലോകത്തിൽ നിങ്ങൾ അവിടെ പോവും. രക്ഷ കിട്ടുമോ ശിക്ഷ കിട്ടുമോ? ഒന്നുകൂടെ പറയുന്നു, ഇവിടുത്തെ ലോകം കുറച്ച് കാലം കൊണ്ട് തീരും, മറ്റു ലോകം തീരില്ല. തീരാതെ നിത്യം 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 ജീവിക്കുന്ന ഉള്ള ഒരു കാലം. അവിടെയല്ലേ ശരിക്കും സുഖമായിട്ട് ജീവിക്കേണ്ടത്? അവിടുത്തെ ജീവിതം ഭദ്രമാക്കണ്ടേ? അതെങ്ങനെ പറ്റും എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ സന്ദേശം ആർക്കാണ് ബാധകമല്ലാത്തത്? എല്ലാ മനുഷ്യർക്കും മരണം വരുന്നില്ലേ? മരണം വന്നാൽ അതുകൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ലെങ്കിൽ അപ്പുറത്തെ നാട്ടിൽ ഈ സ്വസ്ഥത എത്തണമെന്നുള്ളത് മതാതീതമായ ഒരു ചിന്തയാണ്. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുത്തരം ഈ വിശുദ്ധ ബൈബിൾ പറയുന്നു. അപ്പം രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഏറെക്കുറെ ലളിതമായിട്ട് പറഞ്ഞു. എന്നാൽ ഈ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ആ പറയുന്ന കാലം എന്ന് വരും എന്ന് നമുക്കറിയത്തില്ലല്ലോ. അത് ഭാവിയിലൊരു നാളിൽ. ഇപ്പം ഞങ്ങളുടെ ആളുകൾ ചിലപ്പോൾ ആളുകളോട് പോയി ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ ആളുകൾ പറയാം, അതിപ്പോൾ നമുക്കങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോഴേ പറയാൻ പറ്റുമോ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന്? അത് അങ്ങ് ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. അവസാനത്തെ ദിവസം എവിടെ കയറ്റി വിടും എന്ന് പറയുന്ന ആ ദിവസം വരുമ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന്. ആളുകളുടെ ചോദ്യമാണ്. ശരിയാണ്, ന്യായമായ ചോദ്യമാണ് അവർക്കുള്ളത്. എങ്കിൽ ഈ വിശുദ്ധ ബൈബിൾ പറയുന്ന, ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ സന്ദേശം, ലോകത്തിലെ സകല മനുഷ്യരോടുള്ള സന്ദേശം, രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗമുണ്ട്. ഉറപ്പായി ഒരു മാർഗമുണ്ട്. ആ മാർഗം ഇവിടെ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിന് ആ വാക്കിൻ്റെ അർത്ഥം ഇനി അല്പം കൂടെ ഞാൻ ഒന്ന് വിശദീകരിക്കാൻ പോവാണ്. മുമ്പ് പറഞ്ഞത് മാത്രമല്ല അതിനർത്ഥമുള്ളത്, അതിനൊരു വ്യാപകമായ അർത്ഥമുണ്ട്. ആ വ്യാപകമായ അർത്ഥത്തിൽ ഒന്നാമത്തെ പ്രയോഗം എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാവോ? എഫെസ്യ ലേഖനം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നോക്കവിടെ പറഞ്ഞത്, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രക്ഷ എന്ന് കിട്ടുമെന്ന ചോദ്യത്തിന് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാം, ഇപ്പം തന്നെ അത് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഈ ബൈബിൾ പറഞ്ഞതനുസരിച്ച് എന്തിനാണ് മനുഷ്യന് ശിക്ഷ കൊടുക്കുന്നത്? മനുഷ്യർക്കെല്ലാം ആ നല്ല നാടൻ കൊടുത്തൂടെ? അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയതും ആ വരാനുള്ള നല്ല നാട് വരുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞില്ലേ? അങ്ങനെ ലോ ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു നല്ല നാടുണ്ട്. അത് യേശു ഭൂമിയിൽ കൊണ്ടുവരുന്ന, ഭൂമിയിൽ എന്ന് പറയാൻ പറ്റില്ല, കൊണ്ടുവരുന്ന ഒരു പ്രത്യേക
ഒരു വലിയ പട്ടണമാണ്, വലിയ പട്ടണം. അതിൻ്റെ വലിപ്പമൊക്കെ ആയിട്ട് നമ്മൾ പേടിച്ചു പോകും.